നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. സുപ്രസിദ്ധ സിനിമാ നടി സരോജ ദേവി, ആ മാഡം ഇന്നലെ മരിച്ചു. അവരാത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു. തന്നെയുമല്ല, പ്രേം നസീറിൻ്റെ ആദ്യകാല നടിമാരിൽ ഒരാളായ പ്രധാനിയായിരുന്നു. മറ്റൊന്ന്, കളമശ്ശേരി പോളിടെക്നിക്കിൽ നടന്ന ഒപ്പന ഇതിലും കോൽകളിയിലും സംസ്ഥാന നിലയിൽ അവാർഡ് കിട്ടിയതിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്ത സിയാദ് ചെമ്പ്രയ്ക്കയുടെ മകൻ അഹമ്മദ് മിദ്ലാജ് ആണ് ട്രെയിനിങ് കൊടുത്തത്. ആ മിഹ്ലാജ് ബയ്യനും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസിക്കും. സിയാദ് ചെമ്പ്രയ്ക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. ബഹുമാന്യരെ, ഇന്നിപ്പോൾ പിന്നെ അതിനേക്കാൾ ഉപരി നമ്മുടെ ശൂന്യാകാശ ദൗത്യത്തിന് പോയ, വിജയകരമായി പൂർത്തിയാക്കി ഭൂമിയിൽ തിരിച്ചെത്തിയ ശുഭാംശു ഉൾപ്പെടെയുള്ള എല്ലാ ടീമിനും ഭാരതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പേരിൽ ഞങ്ങൾ അഭിനന്ദനവും ആശംസ അർപ്പിക്കും. ബഹുമാന്യരെ, ഇന്നത്തെ പ്രധാന വിഷയം മറ്റൊരു കാര്യം കൊണ്ടുള്ളത്, നമ്മുടെ യമനിൽ വധശിക്ഷ വിധേയിക്കുന്ന ആ സഹോദരിയുടെയാണ്. അത് AP ഉസ്താദ് ഉൾപ്പെടെ, പ്രധാനമായിട്ട് AP ഉസ്താദ് ഇക്കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പിന്നെ ഔദ്യോഗികമായിട്ട് ഇടപെടാൻ ചില ലിമിറ്റ്സ് ഉണ്ട്. ചില രാജ്യങ്ങളിൽ ചില ലിമിറ്റ്സ് ഉണ്ട്, അത്ര ഈസി അല്ല. പക്ഷെ അതിൽ വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്, അവർക്ക് കുറച്ചുകൂടി ഈസി ഇടപെടാം. ആ നിലക്കാണ് AP ഇടപെട്ടതിൽ വിജയിച്ചത്. അല്ലാതെ APയുടെ ഇന്ത്യ ഗവൺമെൻറ്റിനേക്കാൾ അപ്പുറത്തൊന്നും അല്ല AP എങ്കിലും പറയണം. ആ AP ഉൾപ്പെടെ എല്ലാവർക്കും അതിന് നമ്മൾ അനുമോദം അറിയിപ്പിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് എങ്കിലും മതപരമായ ചില കാര്യങ്ങൾ പറയാൻ കാരണം തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി. സർവശക്തൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു, ദൈവം, ഈശ്വരൻ, പടച്ചു എന്നൊക്കെ പറയും. ആ അള്ളാഹു പോലും എന്തിനും മതിയാവിനാണ് അള്ളാഹു, അതാണ് നമ്മുടെ വിശ്വാസം. അത് ശരിയാണ്. രണ്ട് കാര്യത്തിൽ ഇടപെടില്ല. അത് നമുക്ക് വേണിപ്പോൾ അദ്ദേഹം നിസ്സഹായൻ ചെല്ലു പറയും, അത് ഞാൻ പറയുന്നില്ല. അള്ളാഹു ദൈവം നിസ്സഹായം എന്ന് പറയാൻ പാടില്ല. പക്ഷെ രണ്ട് കാര്യം ഇടപെടില്ല. അതെന്താണെന്നറിയോ? ഒന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ സമ്പത്ത് കടം വാങ്ങിയാൽ അതിൽ അള്ളാഹു ഇടപെടില്ല. നമ്മൾ കൊടുത്തു തീർക്കണം, അല്ലെങ്കിൽ അവകാശികളോട് പൊരുത്തപ്പെടിക്കണം. മറ്റൊന്ന്, വാപ്പാക്കും ഉമ്മയ്ക്കും, അച്ഛനും അമ്മയ്ക്കും ഇഷ്ടക്കൊണ്ട ഒരു കാര്യത്തിൽ മക്കൾ ചെയ്താൽ അതും അള്ളാഹു ഇടപെടില്ല. അത് അച്ഛനും അമ്മയിൽ നിന്ന് തന്നെ പൊരുത്തപ്പെട്ട് വാങ്ങിക്കണം. അതെന്തുകൊണ്ടാണത്? അള്ളാഹു എന്ന നീതിമാനാണ്, ജഡ്ജ്. നീതിമാൻ എന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തി നീതിപൂർവമായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും വ്യക്തിയുടെ അവകാശമാണ്. വ്യക്തിയുടെ അവകാശത്തിൽ അള്ളാഹു ഇടപെടില്ല. ആ ഖുർആനെയും ഹദീസിനെയും ബലത്തിൽ നടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭരണവും ഇതുപോലെ വ്യക്തി കാര്യത്തിൽ കോടതി ഇടപെടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മരിച്ച ആളുടെ അവകാശികൾ ക്ഷമിച്ചാൽ, അത് പ്രതിഫലം പറ്റുമോ പറ്റാതെ ഇരിക്കാം, ക്ഷമിച്ചാൽ വേണമെങ്കിൽ ഒഴിവാക്കാം, അതിൽ കോടതി ഇടപെടില്ല. അതല്ലാതെ കോടതി അധികാരം ഉപയോഗിച്ച് അവർ ശിക്ഷയിൽ ഒഴിവാക്കാനും ചെയ്യില്ല. അത് നീതിയല്ല. അങ്ങനെ ഒരു ക്ലോസ് ചില മുസ്ലിം രാജ്യങ്ങളുണ്ട്. അതിന് അതിൻ്റെതായ ഗുണമുണ്ട്, ദൂഷ്യമുണ്ട്. ഗുണമെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. ഇപ്പോൾ മരിച്ച ആൾ മരിച്ചു, ശരി തന്നെ, അതിൽ പരിഹാര ശിക്ഷ കൊടുക്കണ കാര്യം തെറ്റില്ല. പക്ഷെ അതിനാൾ കൊന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കും, അവിടെയാണ് വിഷയം. പക്ഷെ അത് അങ്ങനെ എല്ലാ കൊലയാളികൾക്കും ഇങ്ങനെ പണം വാങ്ങിച്ച് ശിക്ഷ ഇളവ് ചെയ്യാനുള്ള ഒരു അവകാശം കൊടുത്താൽ അതിനതിൻ്റെതായ ചില ദൂഷ്യങ്ങൾ വരും. അപ്പോൾ ഇതിന് പണം കൊടുത്താൽ എന്ത് നേടാനാവില്ലേ? അതുകൊണ്ട് അത് അപൂർവങ്ങളിൽ അപൂർവം. ഇപ്പോൾ ഇവിടെ നമ്മൾ വധശിക്ഷ വിധിക്കുമ്പോൾ ജഡ്ജി പറയും ഇത് അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസാണെന്ന് പറയും. അങ്ങനെയുള്ള കേസ് വളരെ കുറച്ചുള്ളൂ. അതുപോലെ കേസിൽ മാത്രം ഇടപെടുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ സഹോദരി പിന്നെ രക്ഷപ്പെട്ടു വരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. അതൊരു മാനുഷിക പരിഗണനയാണ്. ഇവിടെ നമ്മൾ മറ്റു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ എന്തിനാണ്
ഇങ്ങനെ വിദേശത്ത് കൊലക്കുറ്റം ചെയ്തു എന്ന് വ്യക്തമായ തെളിവ് സഹിതം ശിക്ഷ വിധിച്ച ഒരു കോടതിയുടെ മുമ്പിൽ നമ്മൾ ദയാദാക്ഷിണ്യമായിട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു മാനുഷിക പരിഗണന മാത്രമാണ്, അതിൽ കുറ്റം പറയാനും പറ്റില്ല. പക്ഷേ അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് വിചാരണ കൂടാതെ തടവുകാരായിട്ട് കഴിയുന്നുണ്ട്. അത് മദീന സാഹിബിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞ പുള്ളി പുറത്തേക്കാണ്. അതായത് ആ വ്യക്തിയുടെ പേരിൽ ആരോപിക്കുന്ന തെറ്റിന് കൊടുക്കാവുന്ന മാക്സിമം ശിക്ഷ ഒരു 5 വർഷം നീക്കട്ടെ. അങ്ങനെയുള്ള ഒരാളെ സംശയത്തെ പേര് കൊണ്ട് 15 കൊല്ലമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതെന്താണ് നീതി? എവിടെയാണ് സഹാനുഭൂതി? കാരണം ആള് തെറ്റാൽ മാക്സിമം ശിക്ഷ 5 വർഷമാണ്. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് 15 വർഷം ജയിലിലിട്ടേക്കണം വിചാരണ കൂടാതെ. അതേ സമയത്ത് വേറൊരു കാര്യമുണ്ടല്ലോ, നിയമത്തിൽ വിഭജിക്കാൻ നിയമം 2 വർഷങ്ങളിൽ. ഒന്ന് നമ്മുടെ പി.ജെ. കുര്യൻ സാർ അങ്ങനെ ഉറക്കത്തി കിടക്കായിരുന്നു. 2-3 ദിവസം മുൻപ് നമ്മളൊരു കാര്യം പറഞ്ഞു. ക്രിസ്ത്യൻ സമുദായത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു സീനിയർ നേതാവ് ഇന്ന് കേരളത്തിൽ ഇല്ല. കാരണം ആന്റണിയും ഉമ്മൻചാണ്ടിയും മാണി സാറൊന്നും ആരെയും വളർത്തിക്കൊടുന്നില്ല. അവർ മക്കളെ ആന്റണി അതുപോലെ ചെയ്തില്ല. അപ്പം ആളുണ്ടായില്ല. അതുപോലെ ഇതാണ് മറ്റാളെ മുസ്തായുടെ മക്കളെ ആരും വളർത്തിക്കൊടുന്നില്ല. മുസ്തഫ ആരും വളർത്തിയില്ല, മക്കൾ മാത്രമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ രീതിയിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരാളുണ്ട് വേണി ഉപയോഗിക്കാൻ തൽക്കാലം എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം വാർത്തയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച മുഴുവൻ. പക്ഷെ ഇവിടെ ചർച്ച ചെയ്തല്ല, അദ്ദേഹത്തെ വിചാരണ കൂടാതെ സുപ്രീം കോടതി ജസ്റ്റിസായിരുന്ന ലക്ഷ്മണ അദ്ദേഹം വിചാരണ കൂടാതെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. അത് തെറ്റ് തന്നെയാണ്. അന്ന് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. തെറ്റ് തന്നെയാണ്. വിചാരണ നടത്തണ്ടേ? വിചാരണ നടത്താതെ അന്ന് സോണിയാഗാന്ധി പറഞ്ഞാലേക്ക് സോണിയാഗാന്ധിയുടെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്ലിപ്പിത്തി ആയതുകൊണ്ട് ആ സുപ്രീം ജഡ്ജി കിട്ടും. ആ ലക്ഷ്മണന്റെ മകനാണല്ലോ ഇപ്പോൾ കുന്നത്താട് MLA, ഇപ്പോൾ LDFിൽ നിൽക്കുന്നത്. എത്ര കോടി ഉണ്ടാക്കിയതൊക്കെ ആരോപണം വന്നിട്ടില്ലേ? അപ്പം അതുകൊണ്ട് വിചാരണ കൂടാതെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യൻ കോടതിയിൽ കഴിയുന്നത്. അതിൽ 90% ദളിതുകളും മുസ്ലിങ്ങളുമാണ്. അപ്പം അവരെക്കുറിച്ച് നിങ്ങളെന്ത് ഇടപെടാത്തെന്ന് ഒരു ചോദ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ ശരി തന്നെ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിന് പകരമാകില്ല. ഇപ്പം 10,000 ആളെ കൊന്ന് അതിന് പകരമാകില്ല ഒരാൾ ജീവൻ കളഞ്ഞാൽ. അതുകൊണ്ട് ലക്ഷങ്ങൾ ആൾക്കാർ ഇങ്ങനെ വിചാരണ കൂടാതെ നമ്മുടെ കോടതി കിടക്കുന്നുണ്ട്. അവരെക്കുറിച്ച് എത്രയും കൂടി വിചാരണ നടത്തി കുറ്റവാളിയാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷ നിയമിച്ച് കൊടുത്തിട്ട് നമുക്ക് യാതൊരു വരാതില്ല. കുറ്റവാളി അല്ലെങ്കിൽ അവർ ജയിലിനകത്തിടുന്നത് അതൊരു അന്തസ്സില്ലാത്ത കാര്യമാണ്. അത് നമ്മൾ പ്രതികരിക്കണം, അത് ചെയ്യണം. അതാണ് നമുക്കൊരു കാര്യം പറയാനുള്ളത്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞല്ലോ, മരിച്ച ആളുടെ അവകാശി ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ, പ്രതിയിൽ പറ്റാതിരിക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ അങ്ങനെ നിയമമുണ്ട് എന്ന് പറഞ്ഞു. അതിന് ദൂഷ്യവശം ഞാൻ ചുരുക്കി പറഞ്ഞ 2 കാര്യം പറഞ്ഞു. മറ്റൊന്ന്, ഇപ്പോൾ ഈ സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇങ്ങനെ തെളിവ് സഹിതം കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളിയെ ബോധ്യപ്പെടുത്തും. ഖുർആൻ വാചകം ആയത്ത് ഓതി ഇതാണ് ശിക്ഷ എന്ന് പറഞ്ഞ് ശിക്ഷ സമ്മതിച്ച് അത് വെട്ടിക്കൊല്ലും. പ്രാകൃതമാണെന്നൊക്കെ പറയാം. പക്ഷെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ബാധകമാണ്. ഇങ്ങനെ തെറ്റ് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുന്നത്. അതുവരെ അതും എന്താണ് ലണ്ടനിലെ ഒരു പത്രാധിപർ അന്ന് സൗദി അറേബ്യ രാജാവിനോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ കൊലയാണല്ലോ, അതൊരു മോശം രീതിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്കെല്ലാം ബാധകമാണ്. എൻ്റെ നാട്ടിൽ കൊലയാളികൾ 4 പേരാണ് ആകെക്കൂടി കൊന്നിരിക്കുന്നത് ഒരു വർഷം. നിങ്ങളുടെ നാട്ടിൽ മണിക്കൂർ 4 പേര് കൊന്നുകൊണ്ടിരിക്കുകയാണ് തോക്ക് വെച്ച് പരസ്പരം. അപ്പം അതുകൊണ്ട് ശിക്ഷ വേണം, അത് മാന്യമായിരിക്കണം. അപ്പം അങ്ങനെ ഒരു സ്കീം ഉള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് നല്ല വശമുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ സൗദി അറേബ്യയിലേക്ക് അങ്ങനെ വെട്ടിക്കൊന്നതിന് ശേഷം ആ വ്യക്തിയുടെ കുടുംബത്തിൽ ജീവിക്കാനുള്ള സർവ്വ സഹായം സർക്കാർ കൊടുക്കാണ്. നോട്ടി പോയെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരാൾ കൊലക്കുറ്റത്തിന് വിധേയമാക്കിയാൽ ആ വ്യക്തിയുടെ കുടുംബം, കാരണം അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിഞ്ഞ ഒരുപാട് ആൾക്കാരില്ലേ, മക്കൾക്ക് പിള്ളേർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവർക്കെല്ലാ സർവ്വ ചെലവും ഗവൺമെൻറ് കൊടുക്കണം സൗദി അറേബ്യയിൽ. നമ്മുടെ ഇന്ത്യയിൽ ഒരാൾ തൂക്കിക്കൊല്ലം വിധിച്ചു തൂക്കിക്കൊന്നു. അതിന് നമ്മൾ അതിനെ ആശ്രയിച്ച് കഴിഞ്ഞ ഈ ആൾക്കാർക്ക് എത്ര സഹായം കൊടുക്കണമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
അങ്ങനെ ക്ലോസ് നമ്മുടെ ഭരണയിലുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അപ്പം നമ്മൾ പറയുമ്പോൾ തെറ്റും ശരിയില്ലാത്ത വസ്തു ലോകത്തൊന്നുമില്ല. രണ്ട് വശമില്ലാത്ത ഒരു വസ്തു ലോകത്തില്ല, എല്ലാത്തിനും രണ്ട് വശമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അപ്പം ഞാനൊരു പി ടിയുടെ യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ 2 വശമില്ലാത്ത വസ്തു ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികൾ ഒരുത്തൻ ബുദ്ധിമാൻ പറഞ്ഞറിയോ, സാറേ ഇപ്പോൾ വെള്ളമെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാനൊന്ന് അമ്പരന്ന് പോയി. ശരിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് രൂപമില്ല, രൂപമുള്ള വസ്തുവിനെ വസ്തു എന്ന് പറയുള്ളൂ, മറ്റ് വെള്ളത്തിൽ രൂപമില്ലല്ലോ, അത് രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊക്കെ കണ്ടുപിടിക്കണം, അതിൻ്റെ ശിക്ഷ ഇതൊക്കെ ചെയ്യണം. വീണ്ടും നമ്മൾ കേരള രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പറയേണ്ടി വരുന്നു. ഒന്ന്, ശശി തരൂരിനെ കുറിച്ച് വീണ്ടും പറയാണ്. ശശി തരൂർജി അങ്ങ് പോലെ ഇത്രയും മണ്ടനും വിഡ്ഢിയുമായ ഒരാൾ ലോക രാഷ്ട്രീയത്തിലുണ്ട് സംശയമാണ്. അദ്ദേഹത്തെ കുറിച്ച് അങ്ങ് പറയാൻ പാടില്ല. പക്ഷെ എന്തറിയോ, ഞാൻ തന്നെ സർവേ നടത്തി, ഞാൻ തന്നെ മുഖ്യമന്ത്രിയാണ്, എൻ്റെ ഇത്തിരി കൂടുതൽ ആൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അത് തന്നെ 100% തെറ്റല്ലേ? ഏതൊരു വ്യക്തിയാണോ ഞാനാണ് സർവജ്ഞനല്ല സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അതുപോലെ എന്നെ കഴിഞ്ഞ് മറ്റാരും ഇല്ലാതെ ചിന്തിച്ചാൽ അത് വളരെ മോശമാണ്. അപ്പം ഇത് പറയാണ്, ഞാൻ തന്നെ ഒരു സർവേ നടത്തിയിട്ട് എനിക്കൊരു ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അതെൻ്റെ പൊന്ന് സാറെ അങ്ങനെ പറയല്ലേ. അത് ജനാധിപത്യം അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെന്നേ. രാഷ്ട്രീയത്തിൽ ഞാൻ മിനിയാന്ന് പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിൽ ഞാൻ മത്സരിക്കില്ല എന്ന് പറയുന്നതും ഞാൻ മത്സരിക്കുന്നത് 2 തെറ്റാണ്. ഒന്ന് മാത്രം 2 തെറ്റാ. പിന്നെ എന്തായിട്ട് പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കില്ല. അതാണ് ജനാധിപത്യം, ജനാധിപത്യ രീതി, രാഷ്ട്രീയ രീതി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്ര സാമാന്യ മിനിമം പരിപാടി പറയും പോലെ മിനിമം അറിവ് പോലും അല്ലെങ്കിൽ ബോധം പോലും ഇല്ലാതെ ആയിപ്പോയില്ലോ അങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് വല്ല സങ്കടം തോന്നാണ്. ഒരു അധ്വാനം ചെയ്യാതെ, ഒരു യൂണിറ്റ് പോലും ഉണ്ടാക്കാതെ കഴിഞ്ഞ 4 ടേമായിട്ട് 20 വർഷമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് MP ആയി ജയിച്ചു വന്ന് എല്ലാ ആസ്വാദം നടത്തിയ ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇത്രയും വൃത്തികേട് കാണിക്കുമ്പോൾ ശശി നിങ്ങൾ എന്താണ് പേരുണ്ട്, എന്ത് വിളിക്കണം? നിങ്ങളല്ലേ പറഞ്ഞത് ശിവലിംഗത്തിൽ ഇരിക്കുന്ന തേള് പോലെയാണ് മോഡിയെന്ന്? ഓർക്കുന്നുണ്ടോ? പറഞ്ഞത് രേഖ കിടക്കാണ്. ശിവലിംഗത്തിൽ തേള് ഇരുന്നാണ്ട് ചെരുപ്പോൾ അടിക്കാൻ പറ്റുമോ? വിഗ്രഹമല്ലേ, ദൈവ പൂജ അടിക്കാൻ പറ്റുമോ? അടിക്കാൻ പറ്റുമോ? കൈ എടുക്കാൻ പറ്റുമോ? കൈ തേൾ കടിക്കൂലേ? അതുപോലത്തെ അവസ്ഥയിലാണ് മോഡി എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയണം ഇപ്പം മോഡിയാണ് ലോകപ്രസിദ്ധ അല്ലെങ്കിൽ അങ്ങനെ പറയും. പുകഴ്ത്തിക്കോ. അതിൽ നിങ്ങൾ കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസ്സുകാരെ വോട്ട് വാങ്ങി ജയിച്ച് പാർലമെന്റിൽ പോയി നിൽക്കുക, നിങ്ങൾ അതിൻ്റെ പേരിൽ ആനുകൂല്യം വാങ്ങുന്ന നിങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് സ്വന്തമായി തീരുമാനമെടുക്കാം, ആരും ഒന്നും പറയില്ല. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ മുസ്ലിം ലീഗിനോട് കാര്യം പറഞ്ഞു, നിങ്ങൾ മുസ്ലിം എന്ന പേര് മാറ്റും, ബാക്കി ഏതിൻ്റെ പേരെടുക്കുക. നിങ്ങൾ എന്ത് വൃത്തികേട് ചെയ്തോ നമുക്കൊരു പരാതിയില്ല. ഈ മുസ്ലിം എന്ന പേരിട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന വൃത്തികേടിന് അല്ലെങ്കിൽ മണ്ടത്തത്തിന് മറ്റു സമുദായം കൂടി അതിന് ഉത്തരവാദിയാവും, ഭാഗമാക്കേണ്ടി വരും. അതാണ്. അതുപോലെ നിങ്ങളെ പാർട്ടി രാജിവെച്ചാൽ നിങ്ങൾ ഏത് പാർട്ടി ചേർന്നോ അല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിന്നിട്ട് നീ ഏത് ലേഖനം എഴുതിക്കോ. ഒരു കാര്യം മനസ്സിലാക്കണം, ആരും ആരേക്കാൾ മോശമല്ല സാർ. അങ്ങാണ് ലോകത്ത് ഏറ്റവും ബുദ്ധിമാൻ വരയ്ക്കരുത്. ഈ ഒരു വരയാണ് ഏറ്റവും വലുത് ലോകത്ത്. ആ വര ചെറുതാക്കാൻ ചെയ്യുക. അതിൻ്റെ മുകളിൽ വേറൊരു വര വരച്ചാൽ, അതിനേക്കാൾ വലിയ വര വരച്ചാൽ ഈ ഏറ്റവും വലിയ വര ചെറുതാകും. അപ്പം നിങ്ങൾ ഏറ്റവും വലിയ അടുപ്പം ഏറ്റവും ചെറിയ ആളായിപ്പോയി. ഒറ്റ കാരണം കൊണ്ട് 100 കാര്യം ഒന്നും പറയില്ല. ഞാനൊക്കെയാണ് ഭൂരിപക്ഷം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞുകൂടി സ്വയം പറഞ്ഞുകൂടി നിങ്ങൾ തീർന്ന്. അതുകൊണ്ട് ദയവ് ചെയ്ത് പാർട്ടിയെ, കോൺഗ്രസ് പാർട്ടിക്കും അല്പസ്വല്പമൊക്കെ പ്രതിസന്ധിയുണ്ട്. അത്ര വലിയ രാഷ്ട്രമീമാംസകളൊന്നുമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രതിപക്ഷത്ത്. അപ്പം അതുകൊണ്ട് അവരെ നിങ്ങൾ വഴിക്കാക്കരുത്. അവർക്ക് എടുക്കാനും പറ്റാത്ത അവസ്ഥ വരും, ഉടക്കാനും പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ സമ്മതിക്കില്ലേ എന്ന് വീണ്ടും പറയാണ്. നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് വിദേശത്ത് പോയ മുഖ്യമന്ത്രി തിരിച്ചു വന്നു. പിന്നെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. അത് ഏത് രാജ്യത്തും ഏത് വീട്ടിലും ഒക്കെ ഉണ്ടാവും.
ഇവിടെ ഈ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ വീണ്ടും പറയാണ്. എന്നോട് ആൾക്കാർ കുത്തി കുത്തി ചോദിക്കുന്നു, എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് മനസ്സിലായി. നിങ്ങൾ ഈ ഈഴവൻ്റെയും ക്രിസ്ത്യാനിയുടെയും പിന്നെ നായരുടെയൊക്കെ വോട്ടിനെ കുറിച്ച് പറയുന്നത് ഞങ്ങൾക്കത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല, മുഴുവൻ മനസ്സിലാക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ആൾ രൂപങ്ങൾ, ആൾ ദൈവങ്ങളാണ് ഈ പറഞ്ഞ നേതാക്കളൊക്കെ. അവർക്ക് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഒരിക്കലും പറഞ്ഞു ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു, കൂടുതൽ സംസാരിക്കില്ല. ഒന്ന് കേട്ടോ, ഇനി ഇതിനെക്കുറിച്ച് പറയില്ല. വീണ്ടും ആൾക്കാർ ചോദിക്കുകയാണ്, ഫോണിൽ കൂടി മെസ്സേജ് ആയിട്ട് കേട്ട് ഞങ്ങൾക്കത് മുഴുവൻ ഉൾക്കൊള്ളുന്നത്. എന്താണ് ഈ പറയുന്നത്? നായർ സമുദായത്തിൽപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. രമേഷ്ക്ക് കോൺഗ്രസ് ഉന്നത കുലദാതനും ഉന്നത നേതാവുമില്ലേ? ഓക്കെ, സമ്മതിച്ചെന്നേ, ഐ അഗ്രീഡ്. ബട്ട് അതായത് നായർ സമുദായം എന്ന് പറയുന്നത് കേരളത്തിൽ 9% എന്ന് പറഞ്ഞാൽ 100 ജനസംഖ്യകളിൽ 9 നായർ. ആ 9 നായർ സമുദായത്തിൽ ഏതാണ്ട് 50% വോട്ടുകൾ പോയിരിക്കുന്നത് BJPക്കാണ് കഴിഞ്ഞ ഇലക്ഷൻ വരെ. പക്ഷേ ഈ ഇലക്ഷൻ ആകുമ്പോൾ അത് 70%, 70% വരെ വരാം. അത് 2-3 കാരണങ്ങളുണ്ട്. ഒന്നിപ്പോൾ NSS പോലും പരസ്യമായിട്ട് BJP സപ്പോർട്ട് കാണിക്കുകയാണ്. പിന്നെ മറ്റ് പലരും ഇപ്പോൾ പുതിയ ചന്ദ്രശേഖരൊക്കെ വന്നു, അങ്ങനെ ഒരു മാറ്റം വരുന്നു. പിന്നെ ഒന്ന് എന്തൊക്കെയോ പ്രതീക്ഷയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ സവർണ വിഭാഗം മെയിൻ നായർ, വേറെ നമ്പൂരൊന്നും ഇവിടെ ഇല്ലല്ലോ. പിന്നെ പണിക്കർ കിണിക്കരൊക്കെ വളരെ കുറച്ചല്ലേ ഉള്ളൂ, നമ്പൂര് മെയിൻ നായരുള്ളൂ. അപ്പോൾ അതിൽ ഏതാണ്ട് 70-75% BJP മുന്നണിക്ക് പോകും. 75%, 100 പേരുണ്ടെങ്കിൽ 9%, നമുക്ക് 10 എന്നെടുക്കാം. 10 എടുത്താൽ 100 പേരുണ്ടെങ്കിൽ 100 പേര് വോട്ട് ചെയ്യുമ്പോഴും 10 വോട്ടാണ് UDF കിട്ടുന്നത്. അല്ല, മൊത്തമാണ് 10 വോട്ട്. ആ 10 വോട്ടിൽ പിന്നീട് UDF കിട്ടുന്ന വോട്ടിൻ്റെ എണ്ണയും പറഞ്ഞത് 10 വോട്ടുള്ളൂ ആകെ. അപ്പോൾ ആകെ ചെയ്യുന്ന വോട്ട് 10, 100, അതിൽ 10% 10 വോട്ട്. 10 വോട്ടിൽ 75% പോയി, ബാക്കി 7.5 പോയി, ബാക്കി 2.5-ൽ 1.5 വോട്ടുള്ളൂ. അത് പറഞ്ഞ് ഒരു വോട്ട് കിട്ടി 100 പേര് ചെയ്ത് കിട്ടില്ല. 110 പേര് ചെയ്യുമ്പോഴേ ഈ ആ 1.5 വോട്ടിൽ 2 പേർക്കും LDF-നും പോകും, UDF-നും പോകും. അപ്പോൾ 110 പേര് ചെയ്യുമ്പോഴേ ഒരു വോട്ട് കിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 110 നായർ വന്ന് വോട്ട് ചെയ്താലാണ് അതിൽ ഒരു വോട്ട് UDF-ന് കിട്ടുന്നത്. കണക്കാണ് ഈ പറഞ്ഞത്. സംശയം നമുക്ക് ഇത് സംസാരിക്കാം. 110 പേര് ചെയ്താൽ മാത്രം ഒരെണ്ണം കിട്ടും. 100-1 കിട്ടുന്നില്ല. 100-1 കിട്ടുമ്പോഴും 1% വേണം. 1% 1.5 ആക്കും 3/4% ഉള്ളൂ. അല്ലെങ്കിൽ 7 2.5 ആക്കുമ്പോഴും 1.25 വരുന്നുള്ളൂ. അപ്പോഴും 9 കിട്ടൂല. അപ്പോൾ 110 പേര് ചെയ്യുമ്പോഴാണ് ഒരു വോട്ട് കിട്ടുന്ന നായർ സമുദായത്തിൽ നിന്ന് UDF-ന്. മനസ്സിലായത്? ഇനി സംശയം വരാൻ സാധ്യതയില്ലല്ലോ. അതായത് 100 വോട്ടുള്ളപ്പോൾ 10 വോട്ട് ഉണ്ടെങ്കിൽ അതിൽ 7 പോയി ബാക്കി 2.5 വോട്ട്. 2.5 വോട്ട് LDF-നും UDF-നും പോയി 1.25 വോട്ട് വെച്ച് കിട്ടും. പക്ഷെ ഇത് 10 9 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഏതാണ്ട് ഒരു വോട്ട് പോലും 100-1 പോലും കിട്ടുന്നില്ല. അത് 110 വോട്ട് ചെയ്യുമ്പോഴേ ഒരു വോട്ട് കിട്ടുന്നത്. അപ്പോൾ അത്രയാണ് വോട്ടിംഗ് കപ്പാസിറ്റി നായർ വിഭാഗത്തിൽ കേരളത്തിലുള്ളത്. ഇപ്പം നിങ്ങൾ മനസ്സിലായി. എന്നിട്ടാണ് അതിൽ നിന്ന് 6 പേര് മുഖ്യമന്ത്രിയായിട്ട് മെയിനായിട്ട് വേണമെന്ന് ഷാഠ്യം പിടിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. ഇവരെല്ലാം മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരാണ്. പക്ഷേ അവകാശപ്പെടാൻ പറ്റില്ല. യോഗ്യതക്കാകാം, ഏത് വ്യക്തി മുഖ്യമന്ത്രിയാക്കാം. 25 വയസ്സ് കഴിഞ്ഞ ആൾ പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രിയാകാം, അത് കുഴപ്പമില്ല. ഇലക്ഷനൊന്നും ജയിക്കാം, ഭൂരിപക്ഷം കിട്ടിയ മുഖ്യമന്ത്രിയാകാം, അതിൽ കുഴപ്പമില്ല. പക്ഷെ അത് യോഗ്യതയുണ്ട്. യോഗ്യതയും അവകാശം വേറെയാണ്. പക്ഷെ അതിൽ അവകാശം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. എന്നിട്ടും ഞങ്ങളിപ്പോൾ 40% മുസ്ലിങ്ങൾ പറഞ്ഞറിയോ, നിങ്ങൾ 6 പേരിൽ ആരാണെന്ന് ഒരാളെ തീരുമാനിച്ചിട്ട് ആ ആളെ മുന്നിൽ നിർത്തി ഇലക്ഷൻ നേരിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കുഴപ്പമില്ലെന്നാണ്. അതങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ല. മുസ്ലിം നിഷ്പക്ഷ വോട്ടുകൾ എന്തിൻ്റെ ആവശ്യം എന്ന് പറയാണ്. അത് കഴിഞ്ഞ് നമ്മൾ 7 വിഭാഗത്തിലെടുക്ക്. 7 വിഭാഗത്തിൽ 21% കണക്കാളിൽ പറഞ്ഞത് 4-3-7. ഇപ്പം ഞാൻ പറയും ഇപ്പോഴിവിടെ രാത്രിയാണെന്ന് പറഞ്ഞാൽ മുഴുവൻ ശരിയല്ല. കാരണം ഇപ്പോൾ പകലുള്ള സ്ഥലം ലോകത്തുണ്ട്. ഇപ്പോൾ അമേരിക്ക പോലെ ഇപ്പോൾ പകലാണ്, ഇവിടെ രാത്രിയാകുമ്പോൾ. അപ്പോൾ പകലും രാത്രി വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. പക്ഷെ 4-3-7 ലോകത്ത് പോയാലും ഇപ്പോൾ ചന്ദ്രനിൽ പോയാലും ചൊവ്വയിൽ പോയാലും അത് കണക്കാണ് 4-3-7. ആ കണക്ക് നമ്മൾ പറയുന്നത്. അപ്പോൾ 23%
ഉള്ള ഈഴ വിഭാഗത്തിൽ നിന്ന് 80% പേര് വോട്ട് കഴിഞ്ഞ അസംബ്ലി പാർലമെൻറ്റ് ഇലക്ഷനിലൊക്കെ LDF കിട്ടിയേക്കാണ് ഈഴവയിൽ നിന്ന്. ആലപ്പുഴ പോലും മണ്ണൊക്കെ കുറച്ച് വോട്ട് പോയിട്ടുണ്ട്, അതുമല്ല. അതേ സ്ഥാനത്ത് ഇനി രണ്ടാമതും പിണറായി തന്നെ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ പിണറായി ഒരു കമ്മ്യൂണിസ്റ്റുകാർ മുഖ്യമന്ത്രി 3ാം ടൈം വരുമെന്ന് പറഞ്ഞാൽ ഇത് 90% വോട്ട് പോകുന്നു LDFന്. അപ്പോൾ 10% ഉള്ളൂ. 25% ഉണ്ടെങ്കിൽ 10% തന്നെ എത്ര കിട്ടും? ഇതിപ്പോൾ 25 അതാ പറഞ്ഞ. അപ്പോഴും ഏതാണ്ട് 100 പേര് വോട്ട് ചെയ്യും. ഈഴവൻ്റെ ഒരു വോട്ടാണ് കോൺഗ്രസ് കിട്ടാൻ സാധ്യതയുള്ളത്. അതിനെ പ്രതിനിധീകരിച്ചാൽ വരുന്നത് ആര് വരുന്നത്? നമ്മുടെ അടൂർ പ്രകാശ്, അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സൂര്യനൊക്കെ. അപ്പോൾ ചോദിക്കും കോൺഗ്രസ് അങ്ങ് ജാതി മതമൊന്നും ഇല്ലെങ്കിൽ മത്സരിക്കാൻ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും എന്തിനോടോ ജാതി മാത്രമല്ല ഉപജാതി നോക്കണത്. അത് ജാതി മതമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിൽ സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. ആ സക്കീർ ഹുസൈൻ കോൺഗ്രസ് നിന്നപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഹിന്ദു ഭൂരിപക്ഷ സ്ഥലത്ത് നിർത്തിയത് ജയിക്കുക മാത്രം മതി, അല്ലെങ്കിൽ എന്ന് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹിന്ദു ഭൂരിപക്ഷം മണ്ണ് നിർത്തി അദ്ദേഹം ജയിച്ചുകൊണ്ട് ആ കാലം പോയി. അത് 20 നൂറ്റാണ്ട് മുമ്പാണ്. ഇന്നിപ്പോൾ ജാതി മാത്രമല്ല ഉപജാതി നോക്കുന്നു. ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും, EMS പോലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിണറായി പോലും. കാരണം അങ്ങനെ ആക്കിക്കളഞ്ഞ മനുഷ്യരെ. അപ്പം അങ്ങനെ വരുമ്പോൾ 23 വോട്ട് ശതമാനത്തിൽ ഈ 90% പോയാൽ ബാക്കി എത്ര കിട്ട്? അവിടെ 100 വോട്ട് കിട്ടിയാൽ 2 വോട്ട് ഉണ്ടെങ്കിൽ 1 വോട്ട് UDFന്, 1 വോട്ട് BJPയും പോവാണ്. അപ്പം അങ്ങനെ 1 വോട്ടേ കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ള കാര്യങ്ങൾ. ഇനി ഇതൊന്നും ആരും പറയില്ല, ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ല, ചിന്തിക്കാറുമില്ല. കാരണം ചിന്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ചിന്ത വേണമെങ്കിൽ പഠിക്കണം. പരന്ന വായന ചിന്തിക്കാൻ പറ്റുള്ളൂ. അതൊരു ഒരു കഴിവ് തന്നെയാണ്. ചിന്തിച്ചിട്ടില്ല. മറ്റൊന്ന് ക്രിസ്ത്യൻ സമുദായം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മറ്റേ കുര്യൻ സാറിന് വേറെ നേതാക്കൾ കോൺഗ്രസിലൊന്നും പറ്റിയില്ലാത്തതുകൊണ്ട്, സീനിയർ ലീഡേഴ്സ് ക്രിസ്ത്യൻ അവർ വളർത്തിക്കൊണ്ടല്ലേ ഇല്ലാത്തതുകൊണ്ട് കുര്യൻ സാറിന് വേണ്ടി തൽക്കാലം ചാർജ് കൊടുക്ക്. അപ്പോൾ മറ്റേ സഭയ്ക്ക് ഇഷ്ടപ്പെടും. അതല്ലെങ്കിൽ പിന്നെ എൻ്റെ ജൂനിയറായിട്ട് നമ്മുടെ IB മകൻ IB സാറിന് എൻ്റെ അടുത്ത സുഹൃത്താണ് ജോർജ് സാർ. അദ്ദേഹത്തിൻ്റെ മകൻ IB കുഴപ്പം 45 വയസ്സ് ഉണ്ട് ഇപ്പോഴും. ഇവിടെ 37ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായില്ലേ ആന്റണി, 27ാമത്തെ വയസ്സിൽ രമേശ് മന്ത്രിയായില്ലേ, അപ്പോൾ 45 വയസ്സായി. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ 15 വോട്ടാണ് എവിടെ ഉള്ളത്? 15% ജനസംഖ്യ ഉള്ളു. 16-ൽ 6 വോട്ട്, 10% ഉള്ളൂ. ബാക്കി ദലിത് ക്രിസ്ത്യാനി. ഈ 10% എങ്ങനെ വന്നാലും ഒരു 3% കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകും. ഒരു 2% എത്ര പോയാലും ചുരുക്കി ഏറ്റവും കൂടിയത് 2%, അല്ലെങ്കിൽ ഒരു 2% BJP കിട്ടുക. ബാക്കി 5% ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ നില വച്ച് നോക്കിയാൽ 100 ക്രിസ്ത്യാനികൾ ഒന്ന് വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF കിട്ടുന്നത്. കേരള കോൺഗ്രസ് ഒരു ഗ്രൂപ്പ് വന്നാലും ഇതിൽ തന്നെ മറ്റേ ഗ്രൂപ്പ്, കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പൊക്കെ പോകില്ല കുറേയൊക്കെ അങ്ങനെ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്കും എത്ര വോട്ട് കിട്ടും? പിന്നെ ദളിതുകളാണ്. ദളിതുകൾ 10% ഉള്ളൂ. 12,000 10 തന്നെ. 10%-ൽ 65-70% LDF അനുഭാവികളാണ് ദളിതുകൾ. ബാക്കി ഇപ്പോൾ കുറച്ച് BJPക്ക് പോയിട്ടുണ്ട് കെട്ടിടങ്ങളിലെ. അപ്പോഴും എത്ര കിട്ടും? 100 പേര് വോട്ട് ചെയ്യുമ്പോൾ 7 ഒരു വോട്ട് കിട്ടുള്ളൂ. 10-ൽ 9 പേരിന് 9, ബാക്കി 1% കിട്ടുള്ളൂ കോൺഗ്രസ് ദളിതുകളൊന്നും അതുമില്ല. പിന്നെ ഉള്ളത് ധീവരന്മാർ പോലുള്ള, അത് 2-3% ഉണ്ട്. അത് തന്നെ ഓരോന്ന് വെച്ച് കിട്ടും. ഇപ്പം 100 പേര് വോട്ട് ചെയ്യുമ്പോൾ ഒരു ധീവരൻ്റെ വോട്ട് കിട്ടും ചിലപ്പോൾ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഈഴവൻ്റെയും നായുടെയും ഒപ്പം തന്നെയാണ് 3% ഉള്ള മൊത്തം ജനസംഖ്യയിൽ 3% ആവറേജുള്ള ദ്വീപിൽ നിന്ന് ഒരു വോട്ടുകൾക്ക് കിട്ടും. തുല്യമായിട്ട് ഇപ്പോൾ കൂട്ടുന്നത്. അവർക്ക് വല്ല ചാൻസും കൊടുക്കണ്ടോ? ഇന്നത്തെ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നത്തെ രീതിയിൽ ധീവര വിഭാഗം ഉൾപ്പെടെയുള്ള പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന അതേ വോട്ടാണ് UDFന് കിട്ടുന്നത്. അതേ വോട്ട് നായിൽ നിന്നും, ദളിതിൽ നിന്നും, പിന്നെ ക്രിസ്ത്യാനിയിൽ നിന്നും. പക്ഷെ അവർക്കല്ല എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നുണ്ട്. 10% കൊടുക്കുന്ന സുരേഷ് ഉൾപ്പെടെ ഈ 3% ധീവര സഭയപ്പെട്ടവർക്ക് എന്താണ് കൊടുക്കുക? ആ ഒരു MLA കൊടുക്കും, 2 പാർട്ടി കൂടി MLA മന്ത്രിസ്ഥാനം അവർ ചിന്തിക്കാൻ പറ്റില്ല അവർക്ക്. ഇന്നത്തെ വോട്ട് ശതമാനം ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ യാഥാർത്ഥ്യമാവില്ല. സത്യമത്തെ മുഖം വികൃതമാണ്. സത്യമർദ്ദികളാണ് ഈ നിരപരാധികൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. വാട്ടമ്മായി ഞാൻ ആരാകണം, എന്ത് ചിന്തിക്കണം, ഞാൻ ആരാണെന്നാണ്.
ഭൂമി എന്ന് പറയും പോലെ അങ്ങനെ പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ധീവരസഭ കിട്ടുന്ന വോട്ടാണ് ഈ നായിൽ നിന്നും ചോലിൽ നിന്നും ദളിതിൽ നിന്നും UDF കിട്ടുന്നത്. എന്നിട്ട് ആനുകൂല്യം മുഴുവൻ 99% അവർക്ക് 1% താഴെയാണ് ധീവർക്ക് കിട്ടുന്നത്. സഹിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ എൻ്റെ നേതാവുണ്ട്, നമ്മുടെ ബാലകൃഷ്ണാദി സ്വാമി വലിയ ഉന്നതന ഭയങ്കര ചിന്തകനാണ്. അദ്ദേഹം ജൂനിയർ കറുപ്പെന്ന ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, പണ്ഡിറ്റ് കറുപ്പല്ല, ജൂനിയർ പണ്ഡിറ്റ് കറുപ്പെന്ന അദ്ദേഹം. പക്ഷെ അദ്ദേഹം ശബ്ദത്തിന് വോയിസ് വന്നില്ല, കാരണം പണവും ഇല്ല, ആൾക്കൂട്ടം ഇല്ലാതെ വരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെയാണ് അവസ്ഥ. ഇനി പോയിട്ട് ബാക്കി വോട്ട് എവിടെ കിടക്കുന്നത്? ഇത് ലീഗരും കോൺഗ്രസ്സുകാരും മറ്റ് മരമണ്ടന്മാരും ചിന്തിക്കണതേ. ബാക്കി UDF പിടിച്ച് ഇത്രയും കാലം പിടിച്ച വോട്ടിൽ എവിടെ കിടക്കുന്നത്? അവിടെയാണ് 38 അല്ലെങ്കിൽ 40% താഴെ വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട്. അത് നിസ്സാരമല്ല. അത് ഞാൻ പറഞ്ഞു. അതിൽ 25% നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു പോയി കിട്ടും. മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പിൻ്റെ കപ്പാസിറ്റി അടിച്ചു കിട്ടും. 23 ലക്ഷത്തി സംതിങ്ങാണ്. ഇനി 25 ലക്ഷം കൂട്ട്, അത് അനുഭാവികൾ ഉൾപ്പെടെയാണ്. മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ CPM പോലെ CPM-ആകെ 5 ലക്ഷം മെമ്പർഷിപ്പ് ഇന്ത്യ കേരളത്തിലുള്ളത്. ആകെ ഇന്ത്യ മൊത്തത്തിൽ 5 ലക്ഷമുള്ളൂ. 10 ലക്ഷം മെമ്പർമാരുള്ളൂ അവർക്ക്. കാരണം അവർ ഓടിച്ച് മെമ്പറാകാൻ പറ്റില്ല, ഒരു ഫോർമാലിറ്റി കൊടുക്കും. പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാൽ മറ്റ് കേരള കോൺഗ്രസ് സംബന്ധിച്ചല്ലോ, ഞാൻ എൻ്റെ പേരിട്ട് ഞാൻ എതിർക്കില്ലെങ്കിൽ എൻ്റെ ചേട്ടനെ മുറിച്ചെടുക്കും. അങ്ങനെ മുസ്ലിം ലീഗ് ഊതിപ്പറ്റി 23 ലക്ഷം ഉള്ളത്. മെമ്പർഷിപ്പ് നെറ്റിലടിച്ച് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏതാണ്ട് 25 ലക്ഷം കൂട്ടിക്കോ. 25 ലക്ഷം എന്ന് 1,40,00,000 മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ ജനസംഖ്യയിൽ. അതിൽ 25 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 20% വേണമെങ്കിൽ 28 വേണം, 22 ലക്ഷം വേണം. ഇത് 20% താഴെയുള്ളൂ. ആ 20% താഴെയുള്ള മുസ്ലിം ലീഗിൻ്റെ അനുഭാവികളുടെ വോട്ട് കൊണ്ടാണ് UDF ഭരിക്കുന്ന തോന്നൽ UDF കോൺഗ്രസ് ഉണ്ട്. കാരണം അവർക്കൊന്നുമില്ല, അപ്പോൾ ഉള്ളവർ താങ്ങിക്ക. അങ്ങനെ മുസ്ലിം ലീഗിനെ തങ്ങളെ നിങ്ങൾ താങ്ങി നടന്നാലും UDF ഭരണം കിട്ടില്ല. കറക്റ്റാണ് ഈ പറഞ്ഞത്. സംശയമൊക്കെ എന്നിട്ട് നമുക്ക് ഇത് സംസാരിക്കാം, ഡിബേറ്റ് ചെയ്യാം. ഞാൻ മുസ്ലിം എതിർക്കല്ല, മുസ്ലിം യാതൊരു എതിർപ്പില്ല. കാരണം അറിയോ, ഒരു ന്യൂനപക്ഷ പാർട്ടിയാണ്. അപ്പോൾ ഇത്രയുമുള്ള രീതിയിൽ ബാക്കി ഒരു 15 ലക്ഷം മറ്റാണ് കോൺഗ്രസ് അനുഭാവികൾ വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കോൺഗ്രസ് മാത്രം വോട്ട് ചെയ്തത്. അപ്പോൾ 25, 15, 40 ഒരു 10 ലക്ഷം മുസ്ലിങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. അതിപ്പോൾ 5 ലക്ഷമായി കുറഞ്ഞ്. അപ്പോൾ ഏതാണ്ട് 25, 10, 35, 5, 40 പോയിട്ട് 1.40 1 കോടിയോ 25, 45 പോയിട്ട് ബാക്കി 95 ലക്ഷം കിടക്കല്ലേ പുറത്ത്. അതിൽ 20% കുറേ കിട്ടും. കാരണം അതെല്ലാവർക്കും പോകുന്നുണ്ടാവും. 18 വയസ്സ് താഴെയുള്ളവരാ 20%. അതെല്ലാവർക്കും മതം പ്രാർത്ഥനയില്ല. ആ 95 ലക്ഷം മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഇത്രയും കാലം UDF അന്തസ്സായിട്ട് ഈ അന്തോണിയും കരുണാകരനും ഒക്കെ ഭരിച്ചത്. അവരെല്ലാം ഫൂളാക്കിക്കൊണ്ട് മണ്ടന്മാക്കിയത് ലീഗിന് ഒരു നക്കാപ്പിച്ച് കൊടുത്ത് ലീഗ് എല്ലാം ഞങ്ങളാണ് പറഞ്ഞു നടന്നത്. ഇനി അത് പറഞ്ഞ് നടക്കില്ല. ഈ വിഭാഗം ജനത്തെ ഉണർന്നു കഴിഞ്ഞു. അവർ ബോധ്യമായി ഞാൻ ആരാണ്, ഞങ്ങളുടെ കാര്യം, ഞങ്ങളുടെ കപ്പാസിറ്റി എന്താണ്. ആനയുടെ കപ്പാസിറ്റി ആനക്കറിയില്ലാതെ പോലെയാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർ അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. ആ ഒരു ഇത് കാണിച്ച് അവർക്ക് ചില നക്കാപ്പിച്ച് കൊടുത്തു. ബാക്കി മുഴുവനും മറ്റ് സമുദായങ്ങൾ പങ്കിട്ടെടുത്തു. അത് ചെയ്യാൻ പാടില്ല. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കൊടുക്കണം. മുസ്ലിം ലീഗിന് 20% ഉണ്ടെങ്കിൽ ആകെ 150 സീറ്റ് കൊടുക്കുകയാണെങ്കിൽ 10 സീറ്റ് അർഹതയുള്ളൂ. അതിലിപ്പോൾ 15, 20 കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു സീറ്റ് പോലും കൂടുതൽ കൊടുക്കാൻ പാടില്ല. അത് തന്നെയല്ല, 8 മന്ത്രിയിൽ 7 മന്ത്രിസ്ഥാനം മുസ്ലിങ്ങൾക്ക് കൊടുക്കണം. അതിൽ 2 മന്ത്രി കൂടുതൽ ലീഗിന് കൊടുക്കാൻ പാടില്ല. കഥ മാറും. അത് സതീശായാലും സുരേന്ദ്രനാരായാലും മനസ്സിലാക്കണം. 2 മന്ത്രിസ്ഥാനം ലീഗിന് അർഹതയുള്ളൂ. വോട്ടിൻ കപ്പാസിറ്റി നോക്കി അതിന് അവർ 4%, 5 മന്ത്രി വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം മുസ്ലിം സമുദായത്തെ പണയപ്പെടുത്തിയാണ്, മുസ്ലിം സമുദായത്തെ ജാമ്യം നിർത്തിയാണ്, മുസ്ലിം സമുദായത്തെ വിറ്റാണ്. ഇനി ആ വിൽക്ക് പറ്റില്ല. നിങ്ങളുടെ കപ്പാസിറ്റി എത്രയുണ്ടോ അത് നിങ്ങൾ ആനുകൂല്യം പറ്റി ഒരു കുഴപ്പമില്ല. അതല്ലാതെ അനിയത്തി കാണിച്ച് ജേഴ്സിയെ കളിക്കും പോലെ ആ സിസ്റ്റം ഇനി നടക്കൂല. ലീഗുകാരോട് പറയണം, കോൺഗ്രസ്സുകാരോട് പറയണം, ആ സിസ്റ്റം ഇനി നടക്കൂല. തുല്യനീതി വേണം. ജനസംഖ്യക്ക് ആനുപാതികളുടെ ആനുകൂല്യമാണ് എല്ലാവർക്കും കിട്ടും. തുല്യനീതി എല്ലാവർക്കും, ഒരാൾക്ക് മാത്രമല്ല. അത് വച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്സുകാർ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി സ്ഥാനാർത്ഥി നിർണ്ണയം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാകും. നിങ്ങളുടെ സാധ്യത നഷ്ടപ്പെടും. നിങ്ങൾ ഓടി എല്ലാവരും കിട്ടി, ഒരു BJP പോയി അവിടെ കിട്ടാൻ വിചാരിക്കട്ടെ. പത്മജയ്ക്ക് പോയില്ലോ, എന്ത് കിട്ടി? എന്താ ഡൽഹിയിൽ ഗവർണറാക്കുമെന്ന് തോന്നില്ല, അതിൻ്റെ അവിടെ പോയി
ശ്രീധരൻ സാറിന് മാറ്റിയപ്പോൾ പെട്ടെന്ന് അപ്പം തന്നെ വേറെ ആൾ വെച്ച് വെച്ചാൽ ഗോവയിൽ ഇത് പത്മ വെച്ചിട്ടേക്കാൾ ദിവസത്രയും. അപ്പം അതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, അതൊക്കെ വെറും തോന്നലാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ UDF നിലനിർത്തി പോയി മാത്രം കോൺഗ്രസ് പറ്റുള്ളൂ, ലീഗിന് പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അന്ധമായിട്ട് ഓട്ടക്കലത്ത് വെള്ളം കോരി മുസ്ലിം ലീഗിൻ്റെ പേരും പറഞ്ഞ് തങ്ങളുടെയും കുഞ്ഞാക്കയും കൂട്ടുപിടിച്ച് ഭരണം പുലർത്തി നിർത്താം എന്ന് വിചാരിച്ചാൽ അത് അട്ടേർലി ഫെയിലിയർ ആയിരിക്കും. ഞാൻ വീണ്ടും പറയുന്നത് കോൺഗ്രസിനോടോ സതീശനോടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാക്കയോടോ തങ്ങളോ ഞങ്ങൾക്ക് യാതൊരു ഇഷ്ടക്കുറവുമില്ല, യാതൊരു വൈരാഗ്യമില്ല, അസൂയയില്ല. കഴിവില്ലാത്തവർക്കാണ് അസൂയപ്പെടുന്നത്. നമുക്ക് അവിടെ ഒപ്പം എത്താൻ ഒരു സാധ്യത നമുക്ക് അസൂയപ്പെട്ട് കാര്യമില്ല. പക്ഷെ കാര്യങ്ങളായി വീക്ഷിക്കുകയും എല്ലാവർക്കും തുല്യത ലഭിക്കുകയും ചെയ്യും. ആ ലഭിക്കുന്ന നീതിക്ക് വേണ്ടി ഞങ്ങളുടെ ജീവൻ വരെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.